അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധ വെള്ളിയാഴ്ച രാവിൽ ധാരാളമായി നമുക്ക് വർദ്ധിപ്പിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. മറ്റു ദിനങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്ന ഓരോരുത്തരും എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അല്ലാഹു അക്കൂട്ടത്തിൽ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മറ്റു ദിനങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ വെള്ളിയാഴ്ച ദിവസം അതിന് ഈ എണ്ണം കൂട്ടി ഇരട്ടിയായി ചൊല്ലാൻ ശ്രമിക്കണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ വെള്ളിയാഴ്ച ദിവസം നേരിട്ട് കണ്ട് വീക്ഷിച്ച് അവിടെ നിന്ന് സന്തോഷിക്കുന്ന അതിപ്രധാനപ്പെട്ട ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. അള്ളാഹു നമുക്ക് ഏവർക്കും സ്വലാത്ത് ചൊല്ലി രണ്ടു ലോകം വിജയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അനുഭവിക്കുന്ന, പലരുടെ ജീവിതത്തിൽ പ്രയാസത്തിലാക്കിയ, ടെൻഷനിലാക്കിയ ഒരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ബന്ധം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധം മുറിഞ്ഞുപോയവൻ. ഭർത്താവ് എന്നെ തീരെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ തീരെ പരിഗണിക്കുന്നില്ല, പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, എനിക്കെപ്പോഴും വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ഭർത്താവ് തീരെ സ്നേഹിക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കുള്ള ആവശ്യമൊന്നും തീർത്തു തരുന്നില്ല. അങ്ങനെ പല പ്രയാസങ്ങൾ, ഈ വിഷയത്തിൽ പല പ്രശ്നങ്ങളുള്ള ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ഒരുപാട് ദമ്പതികളുണ്ട്. ഇവർക്കിടയിലുള്ള ആ സ്നേഹം തിരിച്ചു കിട്ടാൻ, ഇവർക്കിടയിലുള്ള ആ സ്നേഹം, മുരിഞ്ഞുപോയ സ്നേഹം, കളഞ്ഞുപോയ ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടാൻ, തമ്മിൽ നല്ല കാന്തിയെ പോലെ നല്ല ഒട്ടിപ്പിടിച്ച സ്നേഹബന്ധം പുനഃസ്ഥാപിക്കാൻ അവർക്ക് പറ്റിയ ഒരു ഇസ്മു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താം. അതായത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമമാണ് വദൂദ് എന്ന നാമം. അല്ലാഹുവിന്റെ വദൂദ് എന്ന ഇസ്മു ഒരാള് ധാരാളമായി, അതായത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും അധികരിപ്പിച്ചാൽ, ധാരാളം ചൊല്ലിയാൽ, ദിവസവും പതിവാക്കിയാൽ അവർക്കിടയിലുള്ള സ്നേഹം വർദ്ധിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു തരാണ്. അതേപോലെ തന്നെ യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മ, യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ ഒരാള് 1000 വട്ടം ചൊല്ലി അലത്വാമി, ഭക്ഷണത്തിന്റെ മേൽ, അതായത് ഭക്ഷണത്തിൽ മന്ത്രിച്ച് ആ ഭക്ഷണം അത് രണ്ടുപേരും കഴിച്ചാൽ, അത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ചോറ് ആവണമെന്നില്ല, ഏത് ഭക്ഷണത്തിലും മന്ത്രിച്ച് ആ ഭക്ഷണത്തെ രണ്ടുപേരും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കിടയിലുള്ള ആ മുറിഞ്ഞുപോയ, കളഞ്ഞുപോയ, നഷ്ടപ്പെട്ട സ്നേഹവും, അതേപോലെ തന്നെ അവർക്കിടയിലുള്ള ആ ഭിന്നിപ്പും, അവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും യാ വദൂദ് എന്ന ഇസ്മ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധം തിരിച്ചു കിട്ടി നല്ല രൂപത്തിൽ ഒത്തൊരുമയോടുകൂടെ ദാമ്പത്യ ജീവിതം നയിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.